ഈ വർഷവും ഇന്ത്യയിൽ കേരളം പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും കണക്കുകളും പുറത്തു വരുമ്പോഴാണ് കേരളത്തിന് നെഗറ്റീവായി കേരളത്തിൻ്റെ സംസ്കാരത്തിനും അല്ലെങ്കിൽ അന്തസ്സിനും ചേരാത്ത തരത്തിൽ ചില വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് മറ്റൊന്നുമല്ല, ഒരു മുസ്ലിം നാമധാരിയായ പെൺകുട്ടി കൃഷ്ണൻ്റെ ചിത്രം വരച്ചപ്പോൾ തുടങ്ങിയ വിവാദം കൊഴുപ്പിച്ച് രണ്ടു കൂട്ടരും ആഘോഷിച്ച് ഇന്ന് ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തിൻ്റെ പേരിൽ? കലയുടെ പേരിൽ. എന്താണ് കല? കല എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളുടെ മൂർത്തിഭാവമാണല്ലോ കല. അത് കവിതയായാലും സാഹിത്യമായാലും ഏതു തരത്തിലായാലും കല തന്നെയാണ്. കലയ്ക്ക് അതിർവരമ്പുകളില്ല. കാരണം അതിന് ഭൂമധ്യരേഖയോ അല്ലെങ്കിൽ ഭൂപടമോ കലയ്ക്കില്ല. അത് രാജ്യം അതിർത്തിയിൽ നിൽക്കുന്നതുമല്ല. കല എക്കാലവും ശോഭിച്ചുകൊണ്ടേയിരിക്കും കാലത്തിനൊപ്പം. ഈ കേരളത്തിലുള്ള ചുമർചിത്രങ്ങൾ എങ്ങനെയാണ് കേരളത്തിലേക്ക് വന്നത്? അത് ക്രിസ്ത്യൻ പള്ളികളിലെ അൾത്താരകളിലൂടെയാണ് ചുമർചിത്രങ്ങൾ കേരളത്തിൽ വന്നത് എന്നും കൂടെ നാം ഈ ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടതാണ്.